ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടർ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മൂവീസ് ആയ ബാഹുബലി, RRR, ഇതിന്റെ എല്ലാം ഡയറക്ടർ SS രാജമൗലി. ആ പേര് തന്നെയുണ്ട് പുള്ളി എന്താണ് പുള്ളിയുടെ സിനിമകൾ എന്നുള്ള കാര്യം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും പുള്ളിയുടെ പടം എങ്ങനെയായിരിക്കും. പുള്ളി ഷൂട്ടിങ്ങിന്, പുള്ളിയുടെ ബർത്ത്ഡേനനുബന്ധിച്ചാന്ന് തോന്നുന്നു ഷൂട്ടിങ്ങിന്റെ സാധനം, അതായത് എങ്ങനെ ചെയ്യണമെന്ന് പുള്ളി കാണിച്ചു കൊടുക്കുന്ന അതിൽ അഭിനയിച്ചേക്കണ നാസർ, പ്രഭാസ്, റാണ ഇവരെക്കാളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നത് ശരിക്കും രാജമൗലി. കാരണം ആ പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ എറിയണ സീനൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിനെക്കാളും കിഡുമായിട്ടാണ് കാട്ടുന്നത്. ഒരു ഡയറക്ടറെ കഴിഞ്ഞാൽ നല്ലൊരു ആക്ടർ ആവണം, എന്നാലാണ് ബെസ്റ്റ് ഡയറക്ടർ. പുള്ളിയുടെ ഡയറക്ടർ സൈഡ് നോക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് പറയണ്ടല്ലേ, കുഴപ്പം പറയാണ്ട് നമുക്കൊന്നുമില്ല. പുള്ളി സൂപ്പർ ആയിട്ടാണ് ഇത്ര നാളും ആറാറാണെങ്കിലും ബാഹുബലി ആണെങ്കിലും അതുപോലെ പടങ്ങളിലൊക്കെ. അല്ല പുള്ളി അത്ര ഭയങ്കര, എനിക്ക് ഫേസിലൊക്കെ ശരിക്കും തെലുങ്ക് നടന്മാരുടെ മുഖത്തൊക്കെ ഇത്രയും പോലും വല്ലാന്ന് തോന്നുന്നു. ആരും എന്റെ കൂട്ടുകാരെ പറഞ്ഞു ശരിക്കും പുള്ളി ആയതുകൊണ്ടായിരിക്കും പ്രഭാസിന്റെ മുഖത്ത് ഇത്രയും ഇത് വന്നേന്നാ. ശരിക്കും എനിക്ക് പറയാനുള്ളത് മഹേഷ് ബാബുവിന്റെ കാര്യത്തിൽ, ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ മഹേഷ് ബാബുവിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആകെ ആൾക്കൊരു എക്സ്പ്രഷൻ ഇല്ല, ചിരിക്കാനും പറ്റും ദേഷ്യപ്പെടാനും പറ്റും. ദേഷ്യപ്പെടുന്ന ശരിക്കും ഒരു എക്സ്പ്രഷൻ മറ്റൊന്നും കണ്ടിട്ടില്ല. സ്നേഹ റൊമാൻസും പുള്ളിയുടെ എക്സ്പ്രഷൻ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അങ്ങനത്തെ ഒരാളാണ് ആള്. ഈ രാജമൗലിയുടെ ഒപ്പം അഭിനയിക്കുമ്പോ എന്തോ നമുക്ക് കണ്ടറിയാം. എന്തായാലും രാജമൗലിയുടെ കിട്ടി കഴിഞ്ഞാൽ മഹേഷ് ബാബുവിന്റെ ഉള്ളിലുള്ള എല്ലാ എക്സ്പ്രഷനും ആണ് എടുപ്പിക്കും. രാജുവേട്ടൻ, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ നെഗറ്റീവ് റോളിലാണ് ഇതിന്റെ അത് അഭിനയിക്കുന്നത്. കുംഭ എന്ന ക്യാരക്ടർ അത് മുമ്പ് കുറച്ച് ദിവസം മുമ്പേ അതൊക്കെ റിലീസ് ആയിരുന്നു, പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കണ്ടു. പക്ഷെ അന്ന് എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പുള്ളി ആയതുകൊണ്ട് നിങ്ങളെ ഒരു ഇതില് മാത്രം നോക്കണ്ട, സിനിമയില് പുള്ളി വേറെ ലെവലേക്ക്. രാജുവേട്ടനെ കണ്ടിട്ടല്ല പറഞ്ഞു, രാജമൗലിനെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മെയിൻ ലീഡ് ആക്ട്രസ് ആയിട്ട് പ്രിയങ്ക ചോപ്ര ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. വെടിവെക്കുന്ന സീനായിട്ടാണ് പോസ്റ്ററിൽ വരുന്നത്, ഹെവി സീനായിട്ടാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെയിംസ് ക്യാമറൂണാണ്. അപ്പൊ അതായത് ലോകത്തിലെ ഏറ്റവും ഭയങ്കര ഹെവി ആയിട്ടുള്ള CG ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു വേൾഡ് നമ്പർ 1 ഡയറക്ടർമാരിൽ ഒരാള്. അപ്പൊ പുള്ളി ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യണം. പുള്ളിയും ഭയങ്കര വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയില് ഇതൊക്കെ ന്യൂസ് ഫീൽഡുകൾ ഭയങ്കരമായിട്ട് വന്നിരുന്നു. അപ്പൊ തന്നെ ആ പടത്തിന് എത്രമാത്രം ഹൈപ്പിലേക്ക് പിന്നെയും പോകണം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത് കീരവാണി, പുള്ളി തന്നെയായിരുന്നു രാജുവേട്ടന്റെ ഇന്റർവ്യൂല് കേട്ടോ. രാജുവേട്ടൻ പറന്നു വന്നതല്ല, ചാടി വന്നതൊക്കെ പുള്ളിയാണ്. മ്യൂസിക് കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ടായിരുന്നു സോങ്, അതിന്റെ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കയറി കാണും. കിട്ടില്ല സോങ് ആണ്. പടം പ്രോമിസിംഗ് ആണെന്ന് പറഞ്ഞ പോലെ സോങ് കേട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ മാസ് സോങ് അത് പാടിയത് നമ്മുടെ ശ്രുതിഹാസന്റെ വോയിസ് തന്നെ ഭയങ്കര ഒരു സെറ്റപ്പ്. അത് ഏതെടുത്ത് നോക്കിയാലും അറിയാം. ഇപ്പൊ ലാസ്റ്റ് കമലഹാസന്റെ പൊട്ടിയ പടം എടുത്ത് നോക്കിയാലും തകിലേക്ക്. പക്ഷെ അതില് പാട്ട് ഭയങ്കര പ്രതീക്ഷിച്ചായിരുന്നു. അത് ഹെവി പാട്ടായിരുന്നു. ആ അവസാനം കൊണ്ടേ ഒരു മൂലയ്ക്ക് കൊണ്ടേ ഇട്ട് കളഞ്ഞെന്നെങ്കിലും പക്ഷെ അത് ഭയങ്കരമായിട്ട് അത്ര അടിപൊളി സോങ് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ട എന്റെ റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാം. തൊട്ടൊക്കെ തന്നെ ഗാലക്സി വെച്ചുള്ള കളിയാന്ന് കണ്ടോ. ഷോയിക് ബിസിനസ് ബാഹുബലി RRR ക്ഷണം വർക്കാണല്ലേ. എന്താ 512 പണ്ടത്തെ PC മുമ്പാ. എന്നാ CG വർക്കല്ലേ, വർക്ക് രക്ഷയില്ല. ക്ഷണം വർക്ക് നിൽക്ക വന്ന് താഴ്ത്ത് വീണ് അതിനെ നേരെ അന്റാർട്ടിക്ക. അയ്യോ നേരെ തിരിഞ്ഞല്ലേ. എന്തോ ഉണ്ടല്ലോ എന്റെ അകത്ത്. കപ്പല് ഐസായി പോയി. പക്ഷെ ഒടിഞ്ഞു പോയിട്ട് ടൈറ്റാനിക് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാരാ ചാടി തന്നെ ആഫ്രിക്ക. മഹേഷ് ബാബു അവിടെ ഉണ്ടല്ലോ പുള്ളി.
എന്റെ പൊന്നെ ഇതിന്ന് മാറി പോണ സാധനം കണ്ട രക്ഷയില്ല. ഇത് ഇവിടെ ഇത് പ്രിയങ്ക ചോപ്ര മറ്റേ വെടിയിരിക്കണ പോസ്റ്റർ ഇത് എന്താ സാധനം. ഓ ലങ്കാ നഗരം ഹനുമാനായിരിക്കുമല്ലോ. ആണോ ഹനുമാൻ പോണെങ്കിൽ രഥം പുറകില് മറ്റേ രഥം ഓടുന്നു. രാജുവിന്റെ വണ്ടിയാണ് പോണത്. വർക്കൊരു രക്ഷയില്ല കേട്ടോ. ക്രിസ്മസ് ട്രീ ആണോ? ഓ വാമനന്മാരാണോ മൊത്തം? രാമൻ. ഓ പോളി പോളി. വന്നു മോനെ. എന്റെ പൊന്നേ ആള് ശിവനാണോ? രാമനാണോ? രാമന്റെ ആണോ? അമ്പോ വാരണാസി. അല്ല ഉലുക്ക് വീണ സാധനം പോലെ ഉണ്ടായത്. ഇതായിരുന്നു പേര് കേട്ടോ. SS രാജമൗലീസ് വാരണാസി. പൊളി. എന്നാ ഓർക്കണല്ലേ CJ എന്നൊക്കെ പറഞ്ഞ രക്ഷയില്ല. പക്ഷെ ശ്രദ്ധിച്ചാണ് ഓരോ സ്ഥലം കാട്ടുമ്പോഴും അവിടെ എനിക്ക് തോന്നുന്നു മഹേഷ് ബാബു ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ ഫ്രെയിമിലുണ്ട്. ആ പ്രിയങ്ക ചോപ്ര വീണ വെറുതെ ഒന്നും അല്ല. മറ്റേ ജെയിംസ് കാമറൂൺ പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തോളാം. അതിനും സാധനമുണ്ട്. സംഭവം രക്ഷയില്ല. വർക്ക് എന്റെ പൊന്നോ ഒന്നും പറയാൻ. ഇന്ത്യ സിനിമ കണ്ടതിനെ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് മൂവി ശ്രദ്ധിച്ചറിയാം. രാജമൗലിയുടെ ഒരു ഇങ്ങനത്തെ മൂവിയിലേക്ക് പോവാൻ നേരത്ത് എല്ലാ നടന്മാർക്കും മുടി വളർത്തിയ ഒരു ഇതാണ്. അതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാഹുബലി ഇതിലും നമ്മുടെ മഹേഷ് ബാബു എന്താ താടി വെക്കില്ല, മുടി വളർത്തില്ല, ഷർട്ട് ഓപ്പൺ ആക്കിയിടില്ല, ഭയങ്കര ജെന്റിൽമാനായിട്ട് നടന്നിട്ടിരുന്ന ഒരാളാണ്. ഈ ഒരു പടത്തിൽ അതെല്ലാം മാറി. പക്ഷെ പുള്ളി പറഞ്ഞ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ള പടം. 2009 വരെ അങ്ങോട്ട് രാജമൗലി 2009 തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന അതൊരു മഹേഷ് ബാബുവിന് വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുന്നത്. പള്ളിയും പറഞ്ഞു രണ്ടാളുടെ ഡ്രീം പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞത്. അതിനുള്ള സാധനം കാണാനുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ എനിക്ക് തോന്നുന്നത് ഇതുണ്ടല്ലോ, ഫ്യൂച്ചർ പാസ്റ്റ് പ്രസന്റ് ഇത് മൂന്നും കൂടി മിക്സ് ആയിട്ട് അപ്പൊ കണ്ടില്ല. ആഫ്രിക്കയില് ആ ഒരു സംഭവത്തിൽ പറഞ്ഞിറങ്ങുന്നു. ഇതുപോലെ വാരണാസിയിൽ അങ്ങനെ കാട്ടുന്നു. പിന്നെ ലങ്കാ നഗരത്തിൽ കാട്ടുന്നുണ്ട്. പിന്നെ ശ്രീരാമൻ, പിന്നെ ഹനുമാന്റെ പുറകെ വാലിക്കൂടെ രഥം പോകും. രഥത്തിന്റെ പുറകെ മറ്റേ നമ്മുടെ വീൽ ചെയർ രാജവൻ ഇപ്പോഴത്തെ കറണ്ട് പ്രസന്റിലെ സിറ്റുവേഷനിലായിരിക്കും രാജവട്ടൻ മില്ലാണ്. അന്ന് രാവണൻ, ഇന്ന് രാജവട്ടൻ എന്തെങ്കിലും ഉണ്ടാവായിരിക്കില്ല. എന്തായാലും രാജുവേട്ടനും ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും എന്തായാലും. അതായത് ഇത്രയും വലിയൊരു ബിഗ്ഗസ്റ്റ് മെയിൻ ക്യാരക്ടറിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എന്തായിരിക്കും അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്ന. അത് നോക്കണ്ട, ബാഹുബലിയില് വില്ലനെ നോക്കിയാൽ തന്നെ അറിയാം. അതായത് നടനൊപ്പം നിൽക്കുന്നു. അതായത് ഫസ്റ്റ് പാർട്ടില് നടനൊക്കെ മേലായിരുന്നു പല സീനുകളെടുത്ത് കഴിഞ്ഞാൽ. അതുപോലെ രാജുവേട്ടൻ അങ്ങനെ തന്നെ ആവട്ടെ. CJ വർക്കിനെ പറ്റി പറയുകയാണെങ്കിലോ, CJ VFX ഒക്കെ എല്ലാം ഒരു മാസം. ഇത്രയും വലിയൊരു പടം നമുക്ക് ഇനി കാണാൻ പറ്റൂല ഇന്ത്യയില്. എല്ലാവരും, ഞാനും വെയിറ്റിംഗ് ആണ്. എല്ലാവരും യെസ്. അപ്പൊ എന്തായാലും അടുത്ത പുതിയ അപ്ഡേഷൻസ് വരട്ടെ. അപ്ഡേഷൻസ് വരുമ്പോൾ ഞങ്ങളും അപ്ഡേഷനായിട്ട് വരും. അപ്ഡേറ്റ്. അതുവരേക്കും വണക്കം. ബൈ.